രാമന്തോളിൻ്റെ ആയുർവേദ ചികിത്സാ പാരമ്പര്യത്തിൽ എഴുതി ചേർക്കപ്പെട്ട പേരാണ് കുട്ടഞ്ചേരി തറവാട്. ആയുർവേദ ചികിത്സാ മാന്ത്രിക രംഗങ്ങളിൽ ആഹാരധന്മാരായ കിട്ടപ്പ വൈദ്യർ, ഗോവിന്ദൻ വൈദ്യർ തുടങ്ങിയ 7ഓളം തലമുറകളായി അനുവർത്തിച്ചു വരുന്ന അതേ രീതികളാണ് കുട്ടഞ്ചേരി തറവാട് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വൈദ്യപാരമ്പര്യത്തിൻ്റെ കാവൽക്കാരായ തറവാട്ടിലെ പരദേവതകളെയും കാരണവന്മാരെയും ആരാധിച്ച് പ്രീതിപ്പെടുത്തുന്ന ചടങ്ങാണ് തറവാട്ടിൽ നടക്കാൻ പോകുന്ന പൂജ. തറവാട്ടിൽ അകത്തളങ്ങളിലും മുറ്റത്തും പരിസരത്തുമായി 4 സ്ഥലത്താണ് പൂജ നടത്തുന്നത്. മച്ചിനുള്ളിൽ ഭുവനേശ്വരി, പുറമലച്ചി, കരിങ്കുട്ടി, മുത്തശ്ശൻ എന്നിവരും, മുകളിൽ ചൊവ്വാ ഭഗവതിയും, മുറ്റത്ത് തെണ്ടൻ, മുണ്ട്യൻ എന്നീ പ്രതിഷ്ഠകളും, പരിസരത്ത് പറക്കുട്ടി എന്ന പ്രതിഷ്ഠയുമാണുള്ളത്. കൗളാചാരത്തിൽ അധിഷ്ഠിതമായി മലബാര സമ്പ്രദായത്തിൽ നടക്കുന്ന ഈ പൂജ രാവിലെ 6 മണിക്ക് ഗണപതി ഹോമത്തോടു കൂടി ആരംഭിച്ച് പറക്കുട്ടി പ്രതിഷ്ഠയുടെ അടുത്തുള്ള സമാപന പൂജയോട് കൂടിയിട്ട് അവസാനിക്കുന്നു. തറവാട്ടിലുള്ള ആളുകൾ തന്നെയാണ് ഈ പൂജാതി കാര്യങ്ങൾ നിർവഹിക്കുന്നത്. കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ എല്ലാവരും ഒരേ മനസ്സോടെ വ്രതശുദ്ധിയോടെ ഈ പൂജയിൽ പങ്കെടുത്ത് അനുഗ്രഹം ഏറ്റുവാങ്ങി ഈ അറിവിനെ വരും തലമുറകളിലേക്ക് കൂടെ പകർന്ന് കൊണ്ടുപോകുന്നു. ഭുവനേശ്വരി ദേവി, അവിടെ ഉത്തമത്തിലാണ് നമ്മൾ പൂജ ചെയ്യുക. അവിടെ തേനും പാലും ഇഞ്ചിയും പായസം അടക്കമുള്ള സാധനങ്ങൾ വെച്ചുകൊണ്ടുള്ള പൂജയാണ്. മറ്റ് സൈഡിലുള്ളത് പുറമലച്ചി, അതുപോലെ കരിങ്കുട്ടിയുടെ കൂടെ തന്നെ ഉപാസകനായിട്ടുള്ള ഒരു മുത്തശ്ശൻ, പിന്നെ വീടിൻ്റെ മുകളിലായിട്ട് ചൊവ്വാ ഭഗവതി, പുറത്ത് മുറ്റത്തായിട്ടുള്ള തെണ്ടൻ, മുണ്ട്യൻ, പാലമര ചുവട്ടിലിരിക്കുന്ന പറക്കുട്ടി തുടങ്ങിയവർക്ക് മധ്യമത്തിലാണ് പൂജ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ മധ്യമത്തിലുള്ള പൂജയ്ക്ക് കള്ളും കോഴിയും വെച്ചുകൊണ്ടുള്ള പൂജാരീതികളാണ് നമ്മൾ ചെയ്തു വരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പുറമലച്ചിക്ക് ഉള്ള പൂജ തറവാട്ടിലെ അടുക്കളയിലെ വീതനപ്പുറത്ത് വെച്ച് സ്ത്രീകളാണ് ചെയ്യുന്ന രീതിയുള്ളത്. ഓലക്കണ്ണത്തിലുണ്ടാക്കുന്ന അപ്പം വെച്ച് നേദിച്ചുകൊണ്ട് കല്യാണം കഴിച്ച് കൊണ്ടുവന്ന സ്ത്രീകളാണ് അവിടെ അരിയും പൂവും ഇട്ടിട്ട് പൂജിക്കുന്ന രീതിയുള്ളത്. ഇത് സ്ത്രീകൾക്ക് ആ തറവാട്ടിൽ കൊടുക്കുന്ന പ്രാധാന്യത്തിൻ്റെ ഒരു സൂചകം കൂടിയാണ്. ഇത്തരത്തിലാണ് പാരമ്പര്യമായി വർഷങ്ങളായി തുടർന്ന് വരുന്ന ഈ പൂജാരീതികൾ ചെയ്തു വരുന്നത്. ഈ തലമുറയിലുള്ള ആളുകളും ഇതേ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്ത് ആണ് ഈ പൂജ എല്ലാ വർഷവും കൊണ്ടാടുന്നത്. അങ്ങനെ കുട്ടഞ്ചേരി തറവാട്ടിൽ പരദേവതകൾക്കും കാരണവന്മാർക്കും അർപ്പിക്കുന്ന വാർഷിക പൂജ ആ വർഷത്തെ ആചാരബാധ്യതകൾ പൂർണ്ണമാക്കി വിശ്വാസവും സ്മരണയും അനുഗ്രഹബോധവും ഒരുമിച്ച് അടങ്ങിയിറങ്ങുന്ന ഒരു ശാന്ത നിമിഷത്തിലേക്ക് പ്രവേശിക്കുന്നു. കളങ്ങളും നിവേദ്യങ്ങളും അകറ്റിവെക്കപ്പെടുമ്പോഴും പൂർവിക സാന്നിധ്യത്തിൻ്റെ അനുഭവം തറവാടിൻ്റെ അന്തരീക്ഷത്തിൽ അവശേഷിച്ചു നിൽക്കുന്നു. ഇനിയെല്ലാം ആചാരസ്മൃതികൾ അടുത്തൊരു വർഷം വീണ്ടും ഉണരാൻ കാത്തിരിക്കുന്നതിനാൽ തറവാട് മറ്റൊരു വാർഷിക പൂജയുടെ വരവിനായി, കാലത്തിൻ്റെ ചക്രം വീണ്ടും തിരിയുന്ന ആ നിമിഷത്തിനായി നിശബ്ദമായ കാത്തിരിപ്പിലേക്കാണ് കടക്കുന്നത്. എല്ലാ വർഷവും ഡിസംബറിൽ നടത്തി വരാറുള്ള തറവാട്ടിലെ പൂജകൾ ഈ മാസം 28-ാം തീയതി ആഘോഷിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു. എല്ലാ കുടുംബാംഗങ്ങളും ഈ സദുദ്യമത്തിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.